ശ്രീ പത്മകുമാർ, അങ്ങയുടെ കാലത്തെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നു, മാറ്റിവെക്കാം. ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങളും അന്നത്തെ ബോർഡിന്റെ വീഴ്ച കോടതി പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് എനിക്ക് കേൾക്കേണ്ടത്. ശ്രീ പത്മകുമാർ, അങ്ങയുടെ കാലത്താണ് സംഭവിച്ചിരിക്കുന്നത്. മുരാരി ബാബു പറയുന്നു തന്ത്രി പറഞ്ഞിട്ടാണ് താനത് ലോഹപ്പാളിയെന്ന് എഴുതി വെച്ചതെന്നാണ്. തന്ത്രി പറയുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടു. ഈ ശില്പത്തിലെ പാളികളിൽ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, അതോ ശരിയാക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് അതിലെ കുഴപ്പങ്ങൾ അത് സ്വർണ്ണപ്പാളിയിലെ എന്ന് തന്നെയാണ് പറയുന്നത്. സ്വർണ്ണപ്പാളിയിലെ കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് തന്ത്രി അങ്ങോട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അത് ലോഹപ്പാളിയായി? ലോഹപ്പാളി എന്ന് എഴുതി വെച്ചതിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നത്, അങ്ങും അത് സംശയിക്കുകയാണോ? ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ തന്ത്രിയുടെ തലയിലോട്ടോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിലോട്ടോ അല്ലെങ്കിൽ സ്വയം തലയിലോട്ടോ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടീം അന്വേഷിക്കട്ടെ. നല്ല മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ, അവരന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താ കുഴപ്പം, ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള അവർ കണ്ടുപിടിക്കട്ടെ. അക്കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. പിന്നെന്താ കുഴപ്പം? ഈ പോറ്റി 2019 സ്പോൺസറായി എത്തുന്നത്. അങ്ങ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രതികരണങ്ങളിലും ആർക്കും വേണമെങ്കിലും സ്പോൺസർ ആകാമെന്ന്. പക്ഷേ ശബരിമലയിലെ ഒരു 90% കാര്യങ്ങളുടെയും സ്പോൺസറായി ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയാണ്. എല്ലാ പരിപാടികളിലും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖം കാണാം. എല്ലാ പ്രധാനപ്പെട്ട ശബരിമലയിലെ ആളുകളുടെ എല്ലാവരുടെയും ഇടയിൽ അദ്ദേഹം നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്വീകാര്യത ഒരാൾക്ക് ലഭിക്കുന്നത്? അപ്പോൾ എല്ലാവരുമായും അടുത്ത ബന്ധമുണ്ട്. അങ്ങേക്ക് പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? സ്മൃതി ഒരു ഉപകാരം ചെയ്യണം. സ്മൃതി ഒരു ഉപകാരം ചെയ്യണം. ഈ എവിടൊക്കെയാ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ എടുത്തിട്ട് ഇപ്പൊ അന്വേഷിക്കുന്ന ടീമിന് കൊടുക്കണം. എന്റെയിലധികം പടങ്ങളില്ല, ചിലയിടത്തൊക്കെ ഞാനോടുള്ള പടങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും എവിടൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പത്മകുമാർ, പരിഹാസം ഒരു മറുപടിയല്ലല്ലോ. നമുക്കിപ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കൊരു വ്യക്തിപരമായ ആരോടും വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ശ്രീ പത്മകുമാർ, ഒറ്റ കാര്യം, ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോ വിടാം. അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? പോറ്റിയുടെ സഹായി കൽപേഷ്. ശബരിമല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ബാംഗ്ലൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മേശാന്തിയായിരുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അയാളെ എനിക്കുള്ള പരിചയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവോണത്തിന് ഒരു പ്രാവശ്യം ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോ തിരുവോണ സദ്യക്ക് അദ്ദേഹമാണ് നടത്തുന്നത്. പിന്നെ എല്ലാ തിരുവോണത്തിനും നടത്താറുണ്ട്. അപ്പൊ ആ സദ്യക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്തോ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇദ്ദേഹം എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടത്. പിന്നീട് വന്നത് ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആ പ്രപ്പോസൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ശബരിമലയിൽ ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ ഇപ്പോ എനിക്ക് തോന്നിയത് ഒരു അഭിപ്രായം, ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ ഉള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സ്പോൺസർമാരുടെ ഒരു അവസ്ഥ ശബരിമലയെ സംബന്ധിച്ച് ഒട്ടേറെ ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോ പമ്പയിൽ നിർമ്മിച്ച രാമമൂർത്തി മണ്ഡപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പണ്ടുണ്ടായിരുന്നതാണ്. ഒട്ടേറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകളും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ഭാവിയിലാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പത്മകുമാർ, അത് പറയുക എളുപ്പമാണ്. ശ്രീ പത്മകുമാർ, അങ്ങയുടെ മകന് അറ്റകുറ്റപ്പണിയുടെ ചുമതല നൽകിയത് കൂടി ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണല്ലോ. അതേക്കുറിച്ച് കൂടി അങ്ങ് വിശദീകരിക്കാമോ? ഇപ്പോൾ ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾക്ക് ചോദിക്കാതെ തന്നെ പറയാൻ വരികയായിരുന്നു. അപ്പൊ ഒരു രുദ്രാക്ഷമാലയിലും യോഗദണ്ഡിലും സ്വർണം കെട്ടിയതിൽ അല്ല, രുദ്രാക്ഷമാല ചെറിയൊരു മാലയാണ്. മാലയിലൊന്നും ചെയ്തിട്ടില്ല. മാല കഴുകുക, നമ്മുടെ പുളിഞ്ചിക്കായിട്ട് കഴുകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശരി. മറ്റേ യോഗദണ്ഡെന്ന് പറയുന്നത് ഏതാണ്ട് സ്വർണത്തിലുള്ള ദണ്ഡാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പ്രചരണം നടക്കുന്നത്. ഒന്ന്, അത് സാധാരണ ഒരു കനമുള്ള ചൂരൽ, ഒരു 2.5 അടിയോളം നീളമുള്ള ഒരു ചൂരലിന്റെ സമാനമായിട്ടുള്ള ഒരു തടിക്കഷ്ണമാണ്. അത് ഒരു പൈപ്പ് പോലുള്ള ഒരു സംഗതിക്കകത്താണ് ഈ അദ്ദേഹത്തിന്റെ യോഗ നട തുറന്നു കഴിയുമ്പോൾ എടുത്ത് വെച്ചോണ്ടിരുന്നത്. അങ്ങനെ അത് ആകെപ്പാടെ കുഴപ്പമായി. അതൊന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതാണ്. അല്ലാതെ എന്റെ മോൻ ഇതിന്റെ പണിയൊന്നുമല്ല. അവൻ അങ്ങനെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളല്ല. അവൻ അവനൊരു കപ്പലിന് പോകുന്ന ആളാണ്, ക്യാപ്റ്റനാണ്. അപ്പൊ എന്തോ പറഞ്ഞ അവനെ കരാർ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിൽ കൊടിയേറുന്നതിന്റെ കൊടിക്കൂറ സമർപ്പിക്കുന്ന എന്റെ കുടുംബത്തിൽ നിന്നാണ് വർഷങ്ങളായിട്ട്.
അപ്പൊ അത് ഞങ്ങൾ കുടുംബം എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ വന്നപ്പോ അവിടെ പക്ഷേ അത് ഞാൻ ചെയ്തപ്പോ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ആ ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് അവിടെ നമ്മുടെ തന്ത്രി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതുക്ക വെച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം ഇത് യോഗദണ്ഡ് അധികം വെളിയിൽ മാറ്റി വെക്കാൻ പറ്റുന്ന സാധനം അല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചേൽപ്പിക്കലാണ് ചെയ്തത്. അല്ലാതെ ഞങ്ങളൊന്നും അതിന്റെ പിന്നാലെ നടന്നിട്ടില്ല. മോൻ ചെയ്യിച്ചതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. യോഗദണ്ഡെന്ന് പറയുന്നത് സ്വർണ്ണദണ്ഡാണ്, അതും അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു 52 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പം അതൊക്കെ കേൾക്കുക. അതപ്പം തന്നെ ഒരു മാധ്യമം, നിങ്ങളുടേതല്ല, ഒരു മാധ്യമം പറഞ്ഞത് അതും അടിച്ചുകൊണ്ട് പോയി എന്നാണ്. അതൊക്കെ ഒരു വളരെ ആരോപണം വരുമ്പോൾ അങ്ങനെ ഒരു പെരുമഴയാകുന്നത് ഒരു സ്വാഭാവികതയായി കാണൂ ശ്രീ പത്മകുമാർ. അപ്പോൾ ഒറ്റ കാര്യം ശ്രീ പത്മകുമാർ, അപ്പോൾ ഈ പറയുന്ന വളരെ ചെറിയ കാര്യമാണല്ലോ ഈ പറയുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയും. ഒറ്റ കാര്യം പ്ലീസ്, അങ്ങറിയാം മീറ്റിംഗിൽ പോയതാണ്. അതെ, ഞാൻ ഒറ്റ ചോദ്യം ലാസ്റ്റ് ചോദ്യം. ഞാൻ മീറ്റിംഗിന് ഇവരും കണ്ടതാണ്. ഞാൻ വന്ന് എന്നെ എളുപ്പം വിടണം. ഉറപ്പായിട്ടും ഒറ്റ ചോദ്യം. ഈ രുദ്രാക്ഷമാലയിലും യോഗദണ്ഡിലും ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങൾ തന്ത്രി അങ്ങോട്ട് പറയുന്നു, അത് വീട്ടിൽ നിന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് മകൻ തന്നെ താല്പര്യമെടുത്ത് അതിൽ കരാറിന്റെ വിഷയവുമില്ല. അത്തരം കാര്യങ്ങൾ പോലും അങ്ങയോട് സംസാരിച്ച് അങ്ങേക്ക് അത് അറിയാം. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവം, ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന വലിയ കാര്യങ്ങൾ അങ്ങേക്ക് അതിലൊരു ധാരണമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ വെച്ചുണ്ടായ ഒരു സംസാരത്തിന്റെ ഇടയ്ക്കുണ്ടായതായതുകൊണ്ടും ഞാനിവിടെ ഇടപെട്ടതായതുകൊണ്ടുമാണ് എനിക്കറിയാവുന്നത്. മറ്റേ കാര്യം എനിക്ക് അങ്ങനെ അറിയാവുന്നതല്ല. അത്രയേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.